നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ പടച്ചവനെ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എൻ്റെ ശരീരത്തെ നന്നാക്കി തരയണമേ, എനിക്ക് പരിശുദ്ധി നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ, എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകലുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും, സ്വലാഹ് കൊടുക്കാൻ കഴിയും, അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ. നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ, കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം. അവർ നല്ലവരാണെന്ന് അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഖൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ്, നന്മയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് ഖൗലുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അന്നൽ അർള തബ്കി അല സ്വാലിഹി 40 യൗമാ, 40 ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ 40ൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്തേ? അവർക്ക് വേണ്ടി, മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. എന്താ കാരണം എന്നറിയോ? 40 ദിവസം ഭൂമി കരയും. 40 കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല. 40 ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറുകളിൽ കാണാൻ പറ്റും. അതായിരിക്കണം ഈ 40 കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി, സജ്ജനങ്ങൾ മരിച്ചുപോയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, മൻ ഗദാ യുരീദുൽ ഇൽമ ലാ യതഅല്ലമുഹു ഇല്ലാ ലില്ലാഹ്, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ, യാത്ര ചെയ്താൽ, ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ, വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് ദുബൈയിൽ നിന്ന്, എങ്ങനെയാണെങ്കിലും ഇൽമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര. ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ അന്വേഷിക്കാനും ഇൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ വഫറശതു ലഹുൽ മലായികതു അലൈഹിമുസ്സലാമു അക്നാഫഹാ, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ ഇൽമ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തിക്കൊടുക്കും. വസല്ലത അലൈഹി മലായികത്തുസ് സമാവാതി വഹീതാനുൽ ബഹർ, നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും ഇൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ്. വെറുതെ ഇരിക്കരുത്. ഒരു നല്ല വാഴോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക, നല്ല കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക, നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക, നല്ലതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇതൊക്കെ വലിയ ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അഹ്, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി 1 മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്നതാണ്. 1 മണിക്കൂർ. അപ്പം നമ്മളിപ്പോൾ 2 മണിക്കൂർ വേളാണെങ്കിൽ മിനിമം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. 2000 റക്അത്ത് നിസ്കരിക്കാൻ മുട്ടുംകാല് പണിയാവൂലേ? 2000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് 2 മണിക്കൂർ കൊണ്ട്? അല്ലെങ്കിൽ ഈ രാത്രിയിൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കിട്ടുമോ? 500 റക്അത്ത് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി. എന്ന് പറഞ്ഞാൽ എന്തേ? ഈ പ്രപഞ്ചം, there is nothing worthier than the name and the topic of Allah. അള്ളാഹുവിൻ്റെ നാമം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിഷയം, അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതല്ലേ ഈ ലോകത്തിൻ്റെ എല്ലാം. He is the essence of the creation. He is the creator. He is the sustainer. He is the one and only Allahu, the self-eternal. എല്ലാമായ റബ്ബ്. ആ റബ്ബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളത്? ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ്. സ്വലാഹിൻ്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കും വേണം. നബി തങ്ങൾ പറയട്ടെ, വലിൽ ആലിമി മിനൽ ഫദ്ലി അലൽ ആബിദി കൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ അസ്ഗരി കൗകബിൻ ഫിസ് സമാ.
അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി 14-ാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട്. വൽഉലമാഉ വറസത്തുൽ അംബിയാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാർ വാപ്പ മരിച്ച ചോദിക്കും ഹാദിമാർ അനന്തരാവകാശികൾ എത്ര ഉണ്ട്? അപ്പോൾ പറയും, മക്കളൊക്കെ പറയും, ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ? ഇൽമ പഠിച്ച പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന്. ഒരിക്കലുമല്ല. ഇന്നൽ അംബിയാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമ, ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല. അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിൻ്റെ പൊതുമുതലാണെന്നാണ് അല്ലാഹുവിൻ്റെ നിയമം. വലാകിന്നഹും വറസുൽ ഇൽമ, എന്നാൽ അവരിട്ടേച്ചു പോയത് ഇൽമാണ്. ആ ഇൽമാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിഹി. അതുകൊണ്ട് മക്കളെ ഇൽമ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു ആലിമിന്റെ മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരു ആലിമിന്റെ മരണം, ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബത്താണ്. ലാ തുജ്ബറു, അതിന് പകരം വെക്കാൻ കഴിയില്ല. ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം. വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത്. ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ്. എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം. ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ്, പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കളാക്കാൻ പറ്റിയില്ല. ഇവിടെ മദ്രസയുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊടുക്കുക, ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക, ആ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. മൗതുൽ ആലിമി ഫുൽമതുൻ ഫിൽ ഇസ്ലാമി ലാ തുസദ്ദു മഖ്തലഫൽ ലൈലു വന്നഹാർ. മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ വഫാത്തായി, കണിയത്തുസ്താദ് വഫാത്തായി പോയി, സൈനുൽ ഉലമ വഫാത്തായി. എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല. പുതിയൊരു ആലിം മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ്. ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ്. ലാ തുജ്ബർ, അത്രമേൽ അല്ലാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ ആലിമീങ്ങൾ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ്. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക, ഒരു ദിവസം ഒരായത്ത്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ പഠിക്കുക. ഒന്ന് മതി, കുറേ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം, എത്രയോ പുസ്തകങ്ങൾ കിട്ടൂല, എത്രയോ. നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട്, ചമ്മാട് ദാറുൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ, നല്ല നല്ല ദീനി ചരിതങ്ങൾ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത്. ബുക്ക് പ്ലസ്. നീ വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. മാഷാ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് പ്ലാഗ് വന്ന കാലം, കൊറോണ കാലൊക്കെ മറന്നു പഠിച്ചവനെ. നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഓർമ്മയുണ്ടതൊക്കെ അതിൻ്റെ ഭീകരത ആലോചിച്ചാൽ തന്നെ ബോധം കിടും. ഒരു മീൻ വരില്ല, ഒരു ഭക്ഷണം വരില്ല, പച്ചക്കറി വരാനില്ല. ആ പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരില്ല. എന്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ. ബൈക്കെടുത്ത് പോയ അടി. എന്തായിരുന്നു കാലം. ആലോചിക്ക് മറന്നപ്പോൾ അതൊക്കെ. ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല.
അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല, മരിച്ച മയ്യത്തിനെ കാണാൻ കിട്ടണില്ല, കുളിപ്പിക്കാൻ പറ്റണില്ല, എന്തൊക്കെ കഴിഞ്ഞു പോയി റബ്ബേ. ത്വാഊൻ, അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലുള്ളപ്പോൾ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ, പകർച്ചവ്യാധി. മഹാനവർ പറഞ്ഞു, ഇന്നഹാ റഹ്മത്തു റബ്ബിക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്, വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്, വഖബ്ദു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്. മുഅ്മിനീങ്ങൾക്കത് റഹ്മത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ത്വാഊൻ. ഈ കോവിഡൊക്കെ ഇപ്പോഴുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പോകുന്നു തോന്നണില്ല. അത് കനം കുറഞ്ഞു എന്ന് മാത്രം. ജലദോഷം വരെ കേട്ടിങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ വേവ് 50-60 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും. അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ ലോകത്തിൻ്റെ പല പേരുകൾക്കെന്നില്ല, പുതിയ പുതിയ പേരുകളിൽ. ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും, ചിലത് പേടിക്കും, ചിലത് പേടിക്കാണ്ടിരിക്കും. അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും. പകർച്ചവ്യാധിയാണ് അത്. അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും. എനിക്ക് പേടിയാവുന്നത് നബിതങ്ങൾ ഖിയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുമ്മ ഖിയാനുൻ അല്ല തുമ്മ മൂച്ചാനുൻ തഖുദു ഫീകും കഖുആസിൽ ഗനം. ആടുകളുടെ മൂക്കിന് വരുന്നൊരു അസുഖമുണ്ട്. അത് വന്ന ആടുകൾ തളർന്നു വീഴലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കാൻ വേണ്ടി പറയല്ല, അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അനിത്വാഊൻ, നബിയെ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ അവസ്ഥ? ഫഖാല, അതിന് മറുപടിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, കാന അദാബൻ യബ്അസുഹു അല്ലാഹു അലാ മൻ കാന ഖബ്ലകും, നിങ്ങളിലെ മുൻഗാമികൾക്ക് അല്ലാഹു പരീക്ഷണമായി, അദാബായി, ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നുവത്. ഒരു സമൂഹം ഒന്നാകെ മരിക്കുക, പാൻഡമിക്, മുൻഗാമികൾക്ക് അല്ലാഹു അദാബായി കൊടുത്തതാണ്. ഫജഅലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, ആ പകർച്ചവ്യാധി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റഹ്മത്താണ്, കരുണയാണ് നൽകിയത്, കരുണയായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് മാമിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ നാട്ടുകാർ പുറത്തു പോകരുത്. പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം, ബോർഡറിൽ കൊടുത്താൽ പോരെ. മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ലാ യഖ്റുജു സാബിറൻ മുഹ്തസിബാ, ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ മാ കതബല്ലാഹു ലാ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ല, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ. എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോളിൽ വെച്ച് കൊണ്ടുപോയ ആൾക്കാരുണ്ട്, അവർക്ക് കൊറോണ വന്നിട്ടില്ല. അത്ഭുതമല്ലേ? എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ, ഭക്ഷണം വെച്ചാൽ ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ, ആ ഒരു തുമ്പൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു. അതിൽ മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു. ഒരു കൂസലില്ലാതെ. ഗൾഫിലൊക്കെ അബുദാബി തന്നെ, ഗേജിങ്ങളുടെ അല്ല, അബുദാബിയിൽ നമ്മുടെ KMCCയുടെ പ്രവർത്തകർ, എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം, നമ്മുടെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ, താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ്, അവൻ മേലെ കിടക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ആയി എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ്. അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ. നമ്മളവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ ബാക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആൾ കയറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ, നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരേ റൂമിൽ. പ്രവാസ ലോകത്തിൻ്റെ ഒരു നന്മ അതാ, ഭയങ്കര സ്നേഹമായിരിക്കും.
ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്നാൽ അസുഖം വന്നവരുണ്ട്, വരാത്തവരുമുണ്ട്. അതിനർത്ഥം എന്താ? അസുഖമായിട്ടല്ല പരക്കുന്നത്, അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലൻ യുസീബന ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നബിയെ പറയണം, അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹ് ആ നബി ഞങ്ങൾ എന്നെ പറയേണ്ടത്, പ്ലാഗ് വരുന്ന സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ ഉള്ളവർ പുറത്ത് കിടക്കും വേണ്ട, അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ, പടച്ചോനെ എനിക്ക് അസുഖം വരുമോ എന്ന് പേടിക്കണ്ട, അള്ളാഹ് കണക്കാക്കിയതേ നിങ്ങൾക്ക് വരൂ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നബി നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈമാൻ അതിൻ്റെ മീതയാ നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടോ, ഞാൻ ഇതിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസുഖം ഭേദമാവും, അല്ലെങ്കിൽ എനിക്ക് വരൂല, അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹിനെ പേടിക്കുന്നതിനെക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത്. വല്ല കാര്യം ഉണ്ടായോ? ഇല്ല. യഖാഫൂനഹും കഖൗഫില്ല. അള്ളാഹുവിനെ പേടിക്കണ പോലെയൊക്കെ പേടിച്ചു, ഭയങ്കര പേടി. കൊറോണ തന്നെ അസറായിൽ എന്നൊക്കെ വിചാരിച്ചു പോയതില്ല അന്നത്തെ കാലം. യാ അള്ളാഹ്, ആ പേടിച്ചതിൻ്റെ പകുതി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിനി. പുണ്യ നബി ഞങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദിൻ. ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും. ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ, മരിച്ചവർക്കെന്ന് മാത്രമല്ല, അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും. മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട്, ശുഹദാഇന്റെ കൂലിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അത്വാഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിമിൻ. പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത്. 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ കടം തീരും, 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വലിയ ടെൻഷൻ അവരായിരിക്കും വരിക. ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വാലിഹീങ്ങളാവുന്നത്, ടെൻഷൻ അടിക്കാതിരിക്കാനല്ല, നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനനുസരിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ ഷെയ്ക്കാവൂല, വൈവറിങ് വരൂല, പേടിക്കൂല, കുലുങ്ങാതെ നിൽക്കാൻ പറ്റും. അല്ലാത്തവർ പടക്കും, പേടിച്ചു പോകും. പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട്. നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞു തരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ്. നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, 2 രാജാക്കന്മാരാണ്. ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ 2 നബിമാർ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് ജെറുസലേമിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ. ഈ 3 നബിമാർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാണ്. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഖൈറാണത്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജ്അ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത്. പക്ഷേ 200 കൊല്ലം ജീവിച്ചിട്ടാ, 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കിടന്നിട്ടില്ല, അസുഖമായിട്ട് കിടന്നിട്ടില്ല. അങ്ങനെ പറയില്ലേ, വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് മരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. അത് ഖൈറായ മരണമാണ്, കിടപ്പായി കിടക്കല്ലല്ലോ. വമാത ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അതൻ. ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്നാണ് മരണപ്പെട്ടത്. വമാത സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. വസ്സാലിഹൂൻ, സ്വാലിഹീങ്ങളിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. വഹുവ തഖ്ഫീഫുൻ അലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ്. വതശ്ദീദുൻ അലൽ കാഫിർ, അവിശ്വാസിയായ മനുഷ്യന് ആ മരണം പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. മൗത്തുൽ ഫജ്അതി റാഹത്തുൽ ലിൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യന് റാഹത്താണ്. വഅഖദതു അസഫിൽ ലിൽ ഫാജിർ, തിന്മ ചെയ്ത് നടക്കുന്നവർ, കള്ളുകുടിയന്മാർ, വ്യഭിചരിക്കുന്നവരെ, തോന്നിവാസം ചെയ്യുന്നവരെ, തിന്മ ചെയ്ത് നടക്കുന്നവര്, വഞ്ചന,
നുണ പറഞ്ഞ് നടക്കുന്നവരെ, അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് അഖ്ദത്തു അസഫിൻ, സങ്കടത്തിന് കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ, കുറേ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ പോകുന്നു പെട്ടെന്ന്. എണീറ്റ് നോക്കുമ്പോൾ ആൾ ഇന്നലെ മരിച്ചു എന്നാ പറയാം. സംഭവിക്കുന്നില്ലേ? ഇപ്പം നമ്മൾ പറയും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹ് വേഗം കൊണ്ടുപോവാണ് എന്ന് പറയും അല്ലേ. മൗതുൽ ഫജ്അതി, പെട്ടെന്നുള്ള മരണം, റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് സമാധാനമാണത്. എന്തേ? ഒന്ന് ആശുപത്രി കൊണ്ടേ കടത്തി, ഈ വെന്റിലേറ്ററിലും കൊണ്ടേ കുറേ പൈസ, എത്രയോ സാമ്പത്തിക നഷ്ടം, ഒരുപാട്. ആരപ്പോൾ നോക്കാൻ ആളെ കിട്ടുന്നുണ്ടോ? ആരാണ് ഇപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത്? കൂട്ടത്തിലൊന്ന് ദ്വായർന്നു പോവുകയാണ്. എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട്, വർഷങ്ങളായി കിടക്കുന്നവർ. ഒരു സഹോദരി ഇവിടെ ആദിഞ്ഞാലിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, 4 മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ. നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ്, കണ്ണൂർ, ചെറുപ്പക്കാരനാണ്, നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ, വീൽ ചെയറിലാണ്. അപ്പോൾ എന്നെടുക്കുന്നത് വീണ്ടും വലിയ വേദനയിലാണ്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രായമായ ഉമ്മമാർ, ഉപ്പമാർ, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വാതിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, ഉപ്പാക്ക് മരുന്ന് കൊടുക്കുക, ഉപ്പയെ എഴുന്നേൽപ്പിച്ചിരുത്തണം, ഉപ്പയെ കുളിപ്പിക്കണം, ഉമ്മയെ കുളിപ്പിക്കണം. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ. അനിയത്തി ഓട്ടിസം ബാധിച്ച മോളാണ്, അനിയത്തിയാണ്. അനിയത്തിയെ നോക്കണം, അനുജനെ നോക്കണം, പിഞ്ചു പൈതങ്ങളെ നോക്കണം, അസുഖമുള്ള മക്കളെ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മുഅ്മിനെ. ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്. ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന, ശുശ്രൂഷിക്കുന്ന ആളുകൾ, നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അവർക്കൊക്കെ അല്ലാഹുവേ നീ വലിയ പ്രതിഫലം കൊടുക്കും, ഉറപ്പാണ്. നീ കൊടുക്കണേ പടച്ചവനെ. ദുന്യാവിൽ തന്നെ അതിൻ്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ.